എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി നിർണയത്തിൽ മുസ്ലിം ലീഗിന് നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്തായാലും പുതിയൊരു സർക്കാർ രൂപീകൃതമായി വരുന്നത് മാത്രമേ ഉള്ളൂ. മന്ത്രിസഭാ നിർണയമൊക്കെ തന്നെ നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ തന്നെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ UDFൻ്റെ ഒന്നായിട്ടും പല പാർട്ടികളുടേതും പ്രത്യേകമായിട്ടുമൊക്കെ തന്നെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകടനമുണ്ടാകുന്നത്. ആ പ്രകടനം കേവലം ഒരു വിജയാഘോഷം എന്നതിനപ്പുറത്തേക്ക് അവരുടെ ശക്തി പ്രകടനവും ഭരണത്തിൽ അവർക്ക് എത്രത്തോളം സ്വാധീനമുണ്ടാകും എന്നീ കാര്യങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണമൊക്കെ തന്നെ നടത്തുന്നത് അവരാണ് എന്ന മട്ടിലും കേരളത്തിലുള്ള വിവിധ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചും ഒക്കെ തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് അണികളുടെ ഈ ഒരു തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, യൂത്ത് ലീഗിൻ്റെ നേതൃത്വം അതിൽ ഇടപെട്ട് ഉടനടി ആക്ഷൻ എടുക്കുന്നു. സത്യത്തിൽ ആവേശം കൂടിപ്പോയിരിക്കുന്ന പ്രവർത്തകരോട്, അതിൻ്റെ പേരിൽ മര്യാദകേട് പറഞ്ഞിരിക്കുന്ന പ്രവർത്തകരോട് ശ്രീ M. ലിജു ഈ അടുത്തിടെ പറഞ്ഞതുപോലെ ഒരു പൊടിക്കൊന്ന് അടങ്ങൂ എന്നാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ലീഗിൻ്റെ ഈ ഒരു തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇത് ലീഗിനുണ്ടാക്കാവുന്ന ദോഷം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, മുഖ്യമന്ത്രി നിർണയത്തിൽ വലിയ പ്രാധാന്യമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസ്താവനയ്ക്കുണ്ടായത്. ജനഹിതം നോക്കി വേണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനെന്ന് നേരത്തെ തന്നെ ശ്രീ P. K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. എന്നാൽ ആ ജനഹിതം ശ്രീ V. D. സതീശനൊപ്പമാണ് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇക്കുറി ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട് മുൻപില്ലാത്തതുപോലെ വളരെ ഓപ്പണായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. പിന്നീട് ആ മുഖ്യമന്ത്രി നിർണയ ചർച്ച ഡൽഹിയിലും മറ്റുമായിട്ട് കുറേയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്ത് അസാധാരണമായി ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് മാധ്യമപ്രവർത്തകരെ കണ്ടു. ആ സമയത്ത് ശ്രീ P. K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, കോൺഗ്രസ് ആരാണ് അവരുടെ നേതാവ് എന്ന് തീരുമാനിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ അഭിപ്രായം പറയാം എന്നാണ്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരാണ്, മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലീഗ് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടുന്ന ഒരു കാര്യമില്ല. പക്ഷേ എന്നിട്ടും ലീഗ് അഭിപ്രായം പറയുന്നു എന്ന മട്ടിൽ ശ്രീ P. K. കുഞ്ഞാലിക്കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് ഒരു പക്ഷേ ലീഗ് കുറച്ചുകൂടി അവരുടെ തീരുമാനം കടുപ്പിക്കുന്നു എന്ന രീതിയിലത്തേക്കോ ഒക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഭരണത്തിൽ ലീഗിന് എത്രത്തോളം സ്വാധീനമുണ്ട്, ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവുള്ളതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിനെതിരെ വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനമുണ്ടാകുന്നത്. നിലവിൽ തന്നെ ലീഗായിരിക്കും കേരളം ഭരിക്കാൻ പോവുക, അതുകൊണ്ട് തന്നെ അവരുടെ ആജ്ഞാനുവർത്തിയായിട്ട് കോൺഗ്രസിന് പ്രവർത്തിക്കേണ്ടി വരും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDFലെ ഏറ്റവും പ്രധാനപ്പെട്ട, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കും ലീഗ് എന്ന രീതിയിലത്തേക്കുള്ള ആത്മവിശ്വാസം പലരും പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇടുക്കിയിലെ ഈ പ്രകടനം നടക്കുന്നത്. അതിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങളെല്ലാം പ്രകോപനപരമാണ് എന്ന് തന്നെയുമല്ല, ഇവിടെയുള്ള വിവിധ ഹിന്ദു സമുദായ നേതാക്കന്മാരെ മോശമായ ഭാഷയിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല മുദ്രാവാക്യങ്ങളും ആ പ്രകടനത്തിൽ ഉണ്ടായി എന്നുള്ളതും ഒരു വസ്തുതയാണ്. നിരവധി ചാനലുകൾ അത് കവർ ചെയ്തു, അത് വാർത്തയാക്കി. അതിനെ തുടർന്ന് ലീഗിന് നടപടിയെടുക്കേണ്ടുന്ന ഒരാവശ്യമുണ്ടാവുകയും ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ലീഗ് ഭരിക്കും കേരള മണ്ണ് എന്നായിരുന്നു. UDF ആണ് ഭരിക്കുന്നത്, അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആണ് ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നത്. മന്ത്രിമാരായിട്ട് 4-5 പേരൊക്കെ തന്നെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലീഗ് ഭരിക്കും കേരള മണ്ണ് എന്നുള്ളത് പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് UDF ആണ് ഭരിക്കുന്നത്. കാരണം ആ മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നത് UDFനാണ്, അഥവാ കോൺഗ്രസിനാണ്. പോട്ടെ, അത് പൊളിറ്റിക്കലി തെറ്റായി പോയി ആ മുദ്രാവാക്യം എന്ന് കരുതി മാറ്റി നിർത്തിയാലും ലീഗ് പറയും നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ നിയമങ്ങൾ പറയാനായിട്ട് ലീഗിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നിയമനിർമ്മാതാക്കളുടെ ഒരു സഭയിലേക്ക് കുറേയധികം അംഗങ്ങൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ലീഗ് പറയുന്ന നിയമങ്ങളല്ല ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അത് UDF നിർണ്ണയിക്കുന്ന, നമ്മുടെ നിയമനിർമ്മാണ സഭ നിർണ്ണയിക്കുന്ന നിയമങ്ങളാണ്. അതല്ലാതെ അധികാരഭ്രമത്തിൻ്റെ പേരിൽ ലീഗ് പറയും നിയമങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുന്നത് ജനാധിപത്യപരമായി തെറ്റാണ്. ആദ്യത്തേത് രാഷ്ട്രീയമായി തെറ്റായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് ജനാധിപത്യപരമായി തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇത് കൂടാതെ ഹിന്ദു സമുദായ നേതാക്കളായിട്ടുള്ള NSSൻ്റെ G. സുകുമാരൻ നായർ, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയ ആൾക്കാർക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള, അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഈ പ്രകടനത്തിൽ കേൾക്കുകയുണ്ടായി. ഈ രണ്ടാൾക്കാരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അവർ പറഞ്ഞ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടി അനുവദിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്.
വളരെ വർഗീയമായിട്ടുള്ള പല പരാമർശങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രിറ്റിസിസം ഉണ്ടായതുമാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹത്തിനെ ആരെങ്കിലും തെമ്മാടി എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മുഖ്യധാരയിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മറ്റ് ആൾക്കാരും തന്നെ അങ്ങനെ അദ്ദേഹത്തിനെ സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വെള്ളാപ്പള്ളി തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ ആൾക്കാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. അതേപോലെ പെരുന്നയിലെ നായരെ എന്ന് പറഞ്ഞ് ജാതീയമായിട്ടുള്ള പരാമർശങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക, ജാതിയും മതവും ഒന്നും പറയാതെ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയണം, ഇവിടെ സെക്യുലറിസമാണ് പൂത്തുലയേണ്ടത് എന്നൊക്കെ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ യുവാക്കളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ജാതി വിളിച്ചു പറഞ്ഞിട്ടുള്ള സമുദായ നേതാക്കന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുള്ള ഒരു പ്രകടനം നടക്കുന്നത്. ഇതിനെ ആരും ഇനി ന്യായീകരിക്കാൻ വരേണ്ടതില്ല. കാരണം ഇത് വാർത്തയായി കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ യൂത്ത് ലീഗിൻ്റെ നേതൃത്വം ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ നടപടിയിൽ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്, അതിൻ്റെ ഭാഷയും പ്രസക്തമാണ്. ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, മറിച്ച് അത് ഓർഗനൈസ് ചെയ്തു എന്ന അർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഒന്നാകെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സമിതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായും മുദ്രാവാക്യം മുഴക്കിയതിനും പ്രകടനം നടത്തിയതിനും ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ടിയുടെ അച്ചടക്കത്തിന് അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ അവരുടെ അച്ചടക്കത്തിന് വിരുദ്ധമായ രീതിയിലുള്ളതായിരുന്നു, പാർട്ടിയുടെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ സമുദായ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ വിമർശിച്ചത് എന്നാരും തന്നെ അഭിപ്രായപ്പെടേണ്ടതില്ല. ഈ പ്രകടനത്തിലുണ്ടായിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തന്നെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്ന് അവരുടെ സംസ്ഥാന സമിതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രകോപനപരമായിട്ട് തന്നെയാണ് ഈ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് എന്നും അവർ പറയുന്നുണ്ട്. കാരണം അതിൽ എന്തൊക്കെയാണ് പ്രകോപനപരം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും രണ്ട് സമുദായ നേതാക്കന്മാരെ അവർ അധിക്ഷേപിക്കുന്നുണ്ട്, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്, ഒരാളെ തെമ്മാടി എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ ഇനി കേരളത്തിലെ നിയമങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗാണ് എന്നും കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലും അഭിപ്രായമില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രകോപനപരമായിട്ടാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തുകയാണ്. അതിൻ പ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുസ്ലിം ലീഗ് ആണ് കേരളം ഭരിക്കാൻ പോകുന്നത്, ഇവിടെ എന്തൊക്കെ നടക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നും മറ്റുള്ള സമുദായ നേതാക്കന്മാരോട് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും മുസ്ലിം ലീഗിന് ഉണ്ടായിരിക്കില്ല തുടങ്ങിയ രാഷ്ട്രീയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഏറിൽ നിൽക്കുന്ന സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കുറേയധികം പ്രവർത്തകർ, അവർ എല്ലാവരും അത്ര യൂത്താണെന്നൊന്നും അത് കണ്ടിട്ട് തോന്നിയില്ല, പല പ്രായത്തിലുള്ള ആൾക്കാരതിലുണ്ട്, എങ്കിലും യൂത്ത് ലീഗിൻ്റെ ബാനറിൽ ഇവരൊക്കെ തന്നെ പ്രതിഷേധവുമായിട്ട് വരുന്നത്. ഇത് കൂടുതൽ ക്ഷയിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന് സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉണ്ട് എന്നുള്ള അവരുടെ അവകാശവാദത്തിന് തന്നെയാണ്. ഇതുവരെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വാദം ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ലീഗിൻ്റെ അണികളിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടപെടേണ്ടുന്ന, ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രാദേശിക യൂണിറ്റിനെ തന്നെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഇറക്കുന്നത്. ഇതിൽ ആരെയൊക്കെയാണ് ഇവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്നതറിയില്ല. സസ്പെൻഷൻ നീക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും, അതിൻ്റെ കണ്ടീഷൻസ് എന്തായിരിക്കും, ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവരുടെ അണികളിൽ നിന്നുണ്ടായിരിക്കുന്ന മുദ്രാവാക്യം പ്രകോപനപരമാണ് എന്നും അത് പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നും മുസ്ലിം ലീഗ് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഈ വരുന്ന 5 വർഷവും മുസ്ലിം ലീഗ് നേരിടാനുള്ള, അതിൻ്റെ ബാധ്യത കോൺഗ്രസിന് കൂടി നൽകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഒരു തരത്തിലുള്ള അഭിപ്രായം പറയുകയും എന്നാൽ അവരുടെ അണികൾ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്ന തരത്തിൽ പെരുമാറുകയും അത് പ്രകോപനപരമായി മാറുകയും മനുഷ്യരുടെ തന്നെ അന്തസ്സിന് നിരക്കാത്ത രീതിയിലത്തേക്കുള്ള മുദ്രാവാക്യങ്ങളായിട്ട് അത് പരിണമിക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിന് ദോഷം ചെയ്യും, അതുവഴി അത് കോൺഗ്രസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയാഹ്ലാദത്തിനുള്ള പ്രകടനം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അധികാര പ്രമത്തതയാണ് ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്ന മട്ടിലുള്ള മുദ്രാവാക്യങ്ങൾ ഒരിക്കലും ഒരു പാർട്ടിയുടെയും നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയും അന്തസ്സിന് നിരക്കുന്നതല്ല. ഇവിടെ നിങ്ങളല്ല നിയമങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്, അതിനൊരു ലാർജർ പാർട്ടിയുണ്ട്.
ആ ലാർജർ പാർട്ടിക്ക് നിങ്ങളവിടെ ഇല്ല എങ്കിൽ പോലും മെജോറിറ്റി ഉണ്ട്. അവരെയാണ് ഇവിടെ ജനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിശ്വസിച്ച് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജോലി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിവിടെ പറയും നിയമങ്ങൾ എന്ന രീതിയിലേക്ക് ഏകാധിപത്യ മനോഭാവവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വോട്ട് ചെയ്ത് വീട്ടിലിരുത്താനും ഇവിടെയുള്ള ആൾക്കാർക്ക് കഴിയും എന്നത് നിങ്ങൾ മറന്നുകൂടാ. അതേപോലെ തങ്ങൾ എല്ലായ്പ്പോഴും സെക്യുലറാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അണികൾ ആ സെക്യുലറിസത്തിൽ എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്, എത്രത്തോളമുള്ള വർഗീയ വിരോധമാണ് അവർ മറ്റുള്ള ആൾക്കാർക്കെതിരെ വമിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് റിയലൈസേഷൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനുണ്ടാകുന്നതും നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ആത്മീയ നേതൃത്വം പാണക്കാട്ടാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാണക്കാട്ടുള്ള ആത്മീയ നേതൃത്വത്തിനോട് നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനമുണ്ടോ അതേ തരത്തിലുള്ള ബഹുമാനം ഇതര സമുദായങ്ങൾക്ക് അവരുടെ മേലധ്യക്ഷന്മാരോടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവ്, വിവേകം അത് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ NSSനെയോ SNDPയെയോ ഒക്കെ ഇതേപോലെ ആക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടാകുമായിരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അന്തസ് എന്താണ്, അച്ചടക്കം എന്താണ്, അതേപോലെ എന്തൊക്കെ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, ഇതര സമുദായത്തിലുള്ള ആൾക്കാരുടെ നേതാക്കന്മാർക്കെതിരെ ജാതീയമായിട്ടുള്ള പരാമർശങ്ങളോ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ പല ഘടകങ്ങളിലുമുള്ള അണികളോട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി ഒരു പൊടിക്കൊന്ന് അടങ്ങണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മുസ്ലിം ലീഗ് വെക്കാനുള്ള കൃത്യമായിട്ടുള്ള സമയം ഇതാണ്. അതല്ല എങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു വർഗീയത മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നത് മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമായി അത് മാറും എന്നുള്ള കാര്യം മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ ഒക്കെ തന്നെ നേതൃത്വം ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.